ഹായ് എവ്രി വൺ. ഞാനിത് ഇപ്പം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എവിടെയോ പോകാനാണെന്ന്. അതെ, കുറച്ച് നാളായിട്ട് കുറച്ച് ദേഹവേദനയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ എൻ്റെ സെൽഫ് കെയർ ഡേ ആയിട്ട് എടുക്കുകയാണ്. കുറച്ച് ഫോർ മൈൻഡ് ആൻഡ് ബോഡി സോളിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എവിടെയാണ് പോകുന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ വരൂ. അപ്പോൾ ഞാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ റിലാക്സിങ് മൈ മൈൻഡ് ബോഡി ആൻഡ് സോൾ ജീവിത ആയുർവേദിക് ഹോസ്പിറ്റലിലാണ്. സോ ഐ എം ലൈക്ക് ഡ്രൈവിംഗ്. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. സോ ഇതാണ് നമ്മുടെ ഒഴിച്ചിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് റൂം. ഓക്കെ, ഇവിടെ സ്റ്റീം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ വഴിയെ ഓരോന്നോരോന്നായിട്ട് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തലയ്ക്കാണ്. സോ ഇത് എന്ന് പറയുന്നത് ഒരു ഹെഡ് മസാജ് വിത്ത് മെഡിക്കേറ്റഡ് ഓയിലാണ്. സോ ഇത് ഞാൻ ആദ്യമേ എടുത്തതെന്ന് വെച്ചാൽ ഐ ജസ്റ്റ് വോണ്ട് ടു റിലാക്സ്. ആ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ ഫോണൊന്നും എടുക്കാൻ പാടില്ല. സോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഹെഡ് മസാജ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഹെഡ് മസാജ് ഷോൾഡർ മസാജും കഴിഞ്ഞു. ഇനി അടുത്ത ഫേസും പിന്നെ ബോഡിയിലേക്കുമാണ്. സോ ഐ കീപ് യു അപ്ഡേറ്റഡ്. സോ ഫേസ് പാക്കും കഴുത്തിലും നെക്കിലും പാക്കിട്ടു. ഇനി കണ്ണിന് അതുപോലെ കണ്ണെനിക്ക് കുറച്ച് വേദനയും കാര്യങ്ങളും നമ്മളെപ്പോഴും ലാപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിന് സ്ട്രെസ് റിലീഫായിട്ട് ഒരു കണ്ണിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ധാരമുള്ള. അതിന് ഇത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് പറയാം. സോ ഇനി അടുത്ത് ബോഡി ഫുൾ മസാജാണ്. സോ കീപ് വാച്ചിങ്. ഓക്കെ, ഇപ്പം ഫുൾ ബോഡി ഓയിൽ മസാജ് കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ സ്റ്റീമിലാണ്. ഇതിലൊരു 10-15 മിനിറ്റ് ഉണ്ടാവും. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഓയിലൊക്കെ അബ്സോർബ് ചെയ്യും ബോഡിയിലേക്ക്. ഓൾസോ നമ്മുടെ പറയുന്ന ഉരുളിയിൽ അങ്ങനെ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഈ വിയർത്ത് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു വാഷാണ് എന്നുള്ളത് അല്ലേ? സ്ക്രബ്. ഓക്കെ, ഒരു സ്ക്രബും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ വാഷാണ്. സോ ഇതിന്ന് ഇറങ്ങിയിട്ട് ഇതിന്റെ ബാക്കി ശരിക്കും കണ്ടില്ല. ഇതിന്ന് ഇറങ്ങിയിട്ട് ബാക്കി എന്താണെന്നുള്ളത് താങ്ക് യു. സോ കുളിച്ച് റെഡിയായിട്ട് വന്നു നല്ല ചൂടുവെള്ളത്തിൽ. ഒരു രക്ഷയില്ല. ശരീരം ലൈക്ക് പെയിൻ റിലീഫ്, ഭയങ്കര സുഖം, പറയാൻ വയ്യ. ആൻഡ് ഓൾസോ കണ്ണിൻ്റെ ആ ഒരു വേദന അല്ലെങ്കിൽ തല ഒരു പെരുപ്പൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറിയിട്ടുണ്ട്. ആൻഡ് ഐ എം ഫീലിംഗ് സോ ഫ്രഷ്. ശരിക്കും എന്തോ ഒരു എനർജി വന്ന പോലെ. സോ ഇനി ബാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ബാക്കി വിശേഷം. സോ ഓൾ സെറ്റ്, ഫുൾ ഫ്രഷായി. ഇത് വിജിയാണ് എനിക്കിന്ന് സർവീസൊക്കെ ചെയ്ത് തന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മേ ബി ആസ് ഫോർ വിജി. ഓക്കെ, സോ എന്തായാലും നന്നായിട്ടുണ്ട്. ബാക്കി ഞാനൊന്ന് സെറ്റൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. സോ ഞാനിപ്പോൾ ഉള്ളത് ജീവിത ആയുർവേദ ഹോസ്പിറ്റലിലാണ്. ഞാൻ ആക്ച്വലി ഇവിടെ വരാൻ കാര്യം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബോഡി പെയിൻ, കണ്ണിനൊക്കെ നല്ല സ്ട്രെയിൻ, അതുപോലെ തലവേദന, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എവിടെ പോകണം എന്ന ഒരു ഐഡിയയിൽ ഞാനിങ്ങനെ കുറച്ച് നോക്കുമ്പോൾ ഇൻസ്റ്റയിലാണ് ഞാൻ ഇവരുടെ പേജ് കണ്ടത്. ആൻഡ് ഇവരുടെ സർവീസസ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കൊള്ളാൻ തോന്നി. അങ്ങനെ ഞാൻ വിളിക്കായിരുന്നു. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് ഫോണിൽ ഞാൻ എൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ സജസ്റ്റ് ചെയ്തു നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് മാത്രമല്ല ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മിനിറ്റ് വേറെ എടുക്കണം. ഓക്കെ,
സോ ഞാനിവിടെ വന്നിട്ടും നമുക്കിവിടെ ഡോക്ടർ അവൈലബിൾ ആണ്. സോ വീണ്ടും നമ്മൾ അഗൈൻ നമ്മളെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി പറയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞ ട്രീറ്റ്മെൻറ്റിനും എന്തെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ തന്നെ സജഷൻസ് കിട്ടും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഫുൾ ബോഡി എന്താണ് ഓയിൽ മസാജ് ആൻഡ് ഓൾസോ ഫേസ് നെക്ക് ഒരു പാക്കറ്റും, പിന്നെ ഞാൻ കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ട് പറഞ്ഞ കാരണം കണ്ണിൽ അതിനെന്താ ഒരു ട്രീറ്റ്മെൻറ്റ്, കണ്ണിൽ മരുന്ന് ഒഴിക്കുന്ന മാതിരി കണ്ണ് കഴുകുന്ന മാതിരി, പക്ഷെ അത് ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ഹെഡ് തലയ്ക്ക് വേണ്ടിയിട്ട് ഓയിൽ മസാജും കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എണ്ണയിട്ട് നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീമർ ഉണ്ടായിരുന്നു. സ്റ്റീമിങ് കഴിഞ്ഞിട്ട് ഒരു സ്ക്രബ് ഇട്ടിട്ടാണ് പിന്നെ നമുക്ക് കുളിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 hours വാസ് ലൈക്ക് ഫുള്ളി എൻ്റെ ബോഡി ആൻഡ് മൈൻഡ് ഒക്കെ റിലാക്സ്ഡായി ഭയങ്കര ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ എല്ലാവർക്കും ജീവന ആയുർവേദ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മൾ ശ്രീകാര്യം പൂത്തങ്കോട്, ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇട്ടേക്കാം, ശ്രീകാര്യത്തിനടുത്താണ് എന്തായാലും. ആൻഡ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവർ മെൻഷൻ ചെയ്യും, പ്ലസ് ഞാൻ ലൊക്കേഷനും കൂടെ എഴുതിയിട്ടുണ്ടാകാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ വൺസ് ഇൻ എ മന്ത് എങ്കിലും, ശരിക്കും പ്രത്യേകിച്ച് IT ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ റിഫ്രഷ്ഡ് ആക്കി വെക്കാൻ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വൺസ് ഇൻ എ മന്ത് എങ്കിലും വേണം, അറ്റ്ലീസ്റ്റ് ട്വൈസ് എ മന്ത്. എന്തായാലും ഞാനതെന്തായാലും കണ്ടിന്യൂ ചെയ്യും. എനിക്ക് അത്രയ്ക്ക് റിലീഫ് ആൻഡ് സുഖമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ബോഡിയും മൈൻഡും തലയും ഒക്കെ ശരിക്കും ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നു. ബിക്കോസ് ആ സ്റ്റീമറിൻ്റെ ഇതാണ്, അല്ലെങ്കിൽ അറിയാം ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ട്രൈ ചെയ്യുക. സൂപ്പർ സർവീസാണ്. എല്ലാവരും സ്റ്റാഫാട്ടെ PRO ആട്ടെ എല്ലാവരും നല്ല സർവീസ് ആയിരുന്നു. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ. സോ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിറങ്ങി. ഒരു രക്ഷയില്ല കേട്ടോ, സീരിയസ്ലി. ഞാൻ അവിടെ വെച്ച് പറയുന്ന വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കാറിൽ വന്ന് പറഞ്ഞതാണ്. രക്ഷയില്ല, എനിക്ക് ഭയങ്കര ബോഡി റിലീഫ് തോന്നുന്നുണ്ട്. മാത്രമല്ല കണ്ണിൻ്റെ ആ ഒരു വേദന ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് നല്ല വ്യത്യാസമുണ്ട്. കണ്ണിങ്ങനെ അടയ്ക്കുമ്പോഴൊക്കെ നല്ല സുഖം തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇവിടെ ഈ സുഖചികിത്സ മാത്രമല്ല, നമ്മുടെ ലേഡീസിനുള്ള PCOS, PCOD, അതല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനത്തെ എല്ലാം ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഡോക്ടറുണ്ട് ഇതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള. പിന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ തലവേദന, അതായത് സൈനസൈറ്റിസോ അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെയോ ആയിട്ടുള്ള തലവേദന, അതിന് നസ്യം എന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മുടി പോകുന്നത് അല്ലെങ്കിൽ ടാൻഡ് ആയിട്ടുള്ള അത് റിമൂവ് ചെയ്യാൻ, അങ്ങനെ ഓൾ ടുഗെദർ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് റിയലി അഫോർഡബിൾ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ഈ 2 hours ഓൾമോസ്റ്റ് 2 hours, മേ ബി 1.25 മണിക്കൂർ പറയാം, ബാക്കി സമയം എക്സ്ട്രാ പോയതല്ല, അതുകൊണ്ട് ഒരു 1.25 മണിക്കൂർ ശരിക്കും വേർത്തായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഓരോന്നും എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ബോഡി മസാജ് വിത്ത് ഓയിൽ, അതും ഹോട്ട് ഓയിൽ, അതും മരുന്നാണ്, അല്ലാണ്ട് ചുമ്മാ ഓയിലല്ല. പ്ലസ് അത് കഴിഞ്ഞിട്ട് ഫേസ് ആൻഡ് നെക്ക് പാക്കറ്റ്, പിന്നെ സ്റ്റീം ചെയ്തു, തല നല്ലോണം മസാജ് ചെയ്തു ഓയിൽ, അതും ഈ പറഞ്ഞ പോലെ ഔഷധം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്രബ് ഇട്ടു. പിന്നെ ഇത്, അപ്പോൾ ശരിക്കും ഇത്രയും സർവീസ് ചെയ്തിട്ട് ശരിക്കും അഫോർഡബിൾ ആണ്. ഡെഫിനറ്റ്ലി ഞാൻ പറയും, ഒരു പ്രാവശ്യമെങ്കിലും ട്രിവാൻഡ്രത്തുള്ളവരെന്നല്ല, ഞാൻ പറയണേ എവിടെയാണെങ്കിലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി വിളിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ ഇവിടെ വന്ന് അപർണ എൻ്റെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ പേര് മെൻഷൻ ചെയ്യാം. ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി ഗിവ് സം ഡിസ്കൗണ്ട് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം ഇന്നത്തെ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങളുടെയും ഹെൽത്തിന് വേണ്ടിയിട്ടും മൈൻഡിൻ്റെയും ബോഡീൻ്റെയും ഒരു റെസ്റ്റിന് വേണ്ടിയിട്ടും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.